Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവിന്റെ പരാക്രമം. ഇതെന്താ ഏർപ്പാട്? എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? രാത്രി 12:00 സംഭവം. താമസസ്ഥലത്തിന് സമീപമുള്ള 3ഓളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി. ആരാച്ചത്? എന്റെ കയ്യിൽ പേരും നെരുവിലാസവും തന്നിട്ടല്ല അവന്മാർ കിടന്ന് ശങ്ക വിളിക്കണത്. ഇയാള് പോയില്ലേ? ഇടി വരവ് വെച്ചു, വകുപ്പ് ഏതാണെന്ന് പറഞ്ഞില്ല. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. നെയ്യാറ്റിൻകര ചെമ്പരത്തിവള സ്വദേശി അനീഷാണ് പ്രദേശത്ത് പരാക്രമമുണ്ടാക്കിയത്. എന്നൊരു വരി ഊതരുത്. യുവാക്കളെ മർദ്ദിച്ചതിന് പിന്നാലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിനുള്ളിൽ കയറിയെന്ന വിചിത്രവാദവും അനീഷ് ഉയർത്തിയിരുന്നു. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. മനുഷ്യൻ എങ്ങനെ ഇനി ഇവിടെ തുടങ്ങും? എന്നെന്തിനാണ് ഇതിന്റെ പിടിച്ചിടുന്നത്? കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഇന്നലെ രാത്രി 12:30 ചെമ്പരത്തിവള സ്വദേശി അനീഷ് പെട്ടെന്ന് പ്രകോപിതനാകുകയും പ്രദേശത്തെ 3 വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയും ചെയ്തത്. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇയാളുടെ മർദ്ദനമേറ്റ് 3 യുവാക്കൾക്ക് പരിക്കും സംഭവിച്ചു. ഇവന്മാരുടെ പടം കണ്ടാ പറയോ ഇവരിതൊക്കെ ചെയ്യുമെന്ന്? ഇയാളുടെ മർദ്ദനമേറ്റ് 3 യുവാക്കൾക്ക് പരിക്കും സംഭവിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നെയ്യാറ്റിൻകര പോലീസ് അനീഷിനെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ എത്തി ചികിത്സ നൽകുന്നതിനിടയിലാണ് തന്റെ ശരീരത്തിൽ ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറിയെന്ന് ഇയാൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. അതിങ്ങനെ ഒരു ആപ്പാവെന്ന് ഞാൻ കരുതിയോ? അനീഷ് പ്രദേശത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നാണ് പ്രാഥമിക വിവരം. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? എന്തായാലും മരിച്ച ശേഷവും ഗോപൻ സ്വാമിക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ആരോപണങ്ങൾ നിലയ്ക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ്, ഗോപൻ സ്വാമിയുടെ പേര് പറഞ്ഞ് ചില യുവാക്കൾ രംഗത്തിറങ്ങുന്നു. അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. അത് 11 വ്യാഴം. ഇത് കണ്ടക ശനി കൊണ്ടേ പോവും.